ഹായ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഞാൻ വീഡിയോസായിട്ട് ഇടുന്നത് നിങ്ങൾ കൂടുതലും ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആകട്ടോ. ഞാൻ മിക്കവാറും വീഡിയോസായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് ഇപ്പം കുറേ ദിവസമായിട്ട് കുറച്ച് ലേഡീസ് ചോദിക്കുന്ന ഒരു കാര്യമാണ്. ശുഭേ, ജെൻസിന് മീശയും താടിയും കറുപ്പിക്കാനായിട്ട് കെമിക്കലില്ലാത്ത ഒരു നാച്ചുറൽ ഡൈ അതിൻ്റെ ഒരു വീഡിയോ ഇടാവോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ബ്യൂട്ടീഷ്യൻ്റെ ഒരു ഗ്രൂപ്പുണ്ട്. അതായത് നമ്മളെ പഠിപ്പിച്ച ആൻറ്റി മുതൽ താഴേക്ക് കുറേ ആൾക്കാർ നമുക്കറിയാമല്ലോ, ക്ലാസ്സിനൊക്കെ നമ്മളെ അതിൽ കൂടെ അറിയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ അതിനകത്തൊരു വോയിസ് ഇട്ടു, ഇങ്ങനെ നിങ്ങളുടെ ഹസ്ബൻഡുമാർക്കൊക്കെ മീശയും താടിയും ഒക്കെ നരപ്പിക്കാനായിട്ട് നമ്മുടെ ഡൈ അല്ലാതെ നിങ്ങൾ എന്തെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടോ, അതിൽ കറക്റ്റായിട്ട് അതിന് ഫലം കിട്ടി എന്നുള്ളവർ ഒന്ന് കമൻ്റ് ഇടുമോ എന്ന് ചോദിച്ചു. അവരൊക്കെ എന്നെ ചീത്ത വിളിച്ച് ആദ്യം ബ്യൂട്ടീഷ്യൻ കഞ്ഞി മുട്ടിക്കുമോ എന്നൊക്കെ ചോദിച്ചൊക്കെ തമാശയൊക്കെ പറഞ്ഞെങ്കിലും എനിക്ക് ഒരാൾ അത് കറക്റ്റാണെന്നും പറഞ്ഞു തന്ന കാര്യമാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണിക്കണം കേട്ടോ. എനിക്കത് കുഴച്ചും എടുത്തും ഒക്കെ നിങ്ങളെ കാണിക്കാൻ ഇപ്പോൾ ടൈമില്ല. അതുകൊണ്ടാണ് നിങ്ങൾക്കറിയാമല്ലോ, ഇനിയും ഓഫറിൻ്റെ കുറേ പേർക്ക് ഇവിടെ രാവിലെ ഭയങ്കര ചൂടാകട്ടോ, ഓഫറിൻ്റെ കുറേ പേർക്ക് ഓയിൽ അങ്ങ് എത്തിക്കാനുണ്ട്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറഞ്ഞു തരുന്നത്. അല്ല, നിങ്ങളെ കറക്റ്റായിട്ട് ഞാനത് കാണിച്ച് എൻ്റെ മുടിയിലെങ്കിലും ഞാൻ അങ്ങനെ തേച്ച്, ഇപ്പം നരയുള്ളിടത്തൊരു തേച്ച് ചിലർക്ക് അങ്ങനെ ഒരു നിർബന്ധമുണ്ട്, കാണിച്ച് തരാൻ മേലെ എന്ന് ചോദിക്കും. ഞാൻ കാണിച്ച് തരുന്ന പോലെ തന്നെ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ അങ്ങ് കണ്ടിട്ട് അതുപോലെ അങ്ങ് ചെയ്തോളൂ കേട്ടോ. ചോദിച്ചവരെ ഒക്കെ അറിയാമല്ലോ, ചോദിച്ചവർക്കൊക്കെ കുറേ ദിവസമായിട്ട് വാട്സപ്പിൽ വരുന്ന ക്വസ്റ്റ്യനായത് കേട്ടോ. ഒത്തിരി നാളായി ഓരോരുത്തർ ചോദിക്കുന്നത്. എൻ്റെ സമയവും സന്ദർഭവും ഒക്കെ ഒത്തു വരാഞ്ഞുകൊണ്ടാണ് ഈ വീഡിയോ ഇടാഞ്ഞത് കേട്ടോ. പിന്നെ എനിക്ക് ഈ ഒരു അറിവ് അറിയാനും ഇച്ചിരി ഒരു താമസം വന്നു കേട്ടോ. അപ്പം 2-3 ദിവസമായി. അപ്പോൾ അതിൻ്റെ താഴെയൊക്കെ ഓരോരുത്തർ പറഞ്ഞിട്ടുണ്ട്, ശുഭ നല്ലതാകട്ടോ എന്നും പറഞ്ഞിട്ടുണ്ട്. ആ ഒരു ഇതിൻ്റെ പേരിലാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഇന്ന് ഈ വീഡിയോ ആയിട്ട് വന്നത്. ജനലിൻ്റെ അടുത്തിരുന്നിട്ട് ഭയങ്കര വെയില്, എന്നിട്ട് കണ്ണിനകത്തൊരുമാതിരി സൂര്യൻ കൊണ്ടു കയറുന്ന പോലെ, അതുകൊണ്ട് കുറച്ചും ഇങ്ങോട്ട് മാറിയിരുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ആദ്യമായിട്ട് എന്നെ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒക്കെ മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം. പിന്നെ ഒരു 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 പ്രധാന കാര്യം നിങ്ങളുടെ അടുത്ത് പറയാനുണ്ട്, ലാസ്റ്റ് പറയാവേ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന, ഞാൻ നിങ്ങൾക്കായിട്ട് തരുന്ന ഒരു ഗിഫ്റ്റായിട്ടാണ് ഞാൻ കരുതുന്നത്. അതുപോലെ ഒരു 10-24 വർഷത്തെ ബ്യൂട്ടീഷ്യൻ മേഖലയിൽ പ്രവർത്തിച്ചിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് കൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഒരു ഇത് നിങ്ങൾക്ക് ഞാൻ തരുന്നത്. ഒരുപാട് പേർക്ക് സന്തോഷവും, അതും ലൈവായിട്ടാണ് കേട്ടോ. ഞാൻ ഒടുവിൽ പറയാവേ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം. ആദ്യം ഫസ്റ്റ് തന്നെ എടുക്കേണ്ടത് ഒരു 5 ഇതളുള്ള ചെമ്പരത്തി പൂവില്ലേ, അതായത് ഈ കട്ട ചെമ്പരത്തി ഒന്നും എടുക്കരുത്, നമ്മുടെ പഴയ ചെമ്പരത്തി, എല്ലാവർക്കും അറിയാമല്ലോ പഴയ ചെമ്പരത്തി പൂവ്, 5 ഇതളുള്ള ചെമ്പരത്തി പൂവ്. അല്ലാതെ ഈ കട്ടയുള്ള വെള്ളയോ അങ്ങനെ വേറെ കളറുള്ളതോ ഒന്നും എടുക്കരുത്. റെഡ് കളറുള്ള പഴയ നമ്മുടെ അമ്പലത്തിലൊക്കെ മാല കെട്ടുന്ന ആ ഒരു പഴയ ചെമ്പരത്തി പൂവില്ലേ, അതിൻ്റെ 5 പൂവ് എടുക്കുക. ആദ്യം ഒരു ബൗൾ എടുക്കുക, 2 ഗ്ലാസ് വെള്ളം എടുക്കുക. അത് നല്ലപോലെ തിളച്ച് വരുമ്പോൾ, ആ വെള്ളം തിളച്ച് വരുമ്പോൾ ഈ 5 ഇതളുള്ള ചെമ്പരത്തിപ്പൂവ് പിച്ചി കീറി അതിനകത്തോട്ട് വെള്ളത്തിലോട്ട് ഇടുക. പിന്നെ 2 സ്പൂൺ തേയില, നമ്മുടെ പതിവ് ഹെന്നായും നീലയമരിയും ഒക്കെ കുഴയ്ക്കുന്ന ആ ഒരു ഇതിൽ പോലെ തന്നെ, അതിൻ്റെ കൂടെ ചെമ്പരത്തിപ്പൂ ഉണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ ആ 2 സ്പൂൺ അതും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ തിളയ്ക്കണം. അതായത് ഒറ്റ തിള വരുമ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യരുത്, അത് സിമ്മേലാക്കണം. വീണ്ടും മീഡിയത്തെ ആക്കണം, വീണ്ടും സിമ്മേലാക്കണം. അങ്ങനെ തിള വരുമ്പോൾ പെട്ടെന്ന് സിമ്മേലാക്കുക. പിന്നെ അങ്ങനെ ആ ഒരു 2 ഗ്ലാസ് വെള്ളം ഒരു 1/2 ഗ്ലാസ് വെള്ളമായിട്ട് വരുന്നിടം വരെയും. അപ്പോഴേക്കും ഈ ചുമല, ഞാനിത് മുടിയെ തേച്ച് കേട്ടോ, ഇത് കേട്ട് കഴിഞ്ഞ് എന്തെങ്കിലും ഞാനൊന്ന് ചെയ്ത് നോക്കിയാലല്ലേ ഉള്ളൂ നിങ്ങളുടെ അടുത്ത് പറയാൻ പറ്റുള്ളൂ എനിക്ക്. ഞാൻ എൻ്റെ ഇവിടെ 2 ഇവിടെ ഈ നര ഉള്ളിടത്തൊക്കെ ഒന്ന് തേച്ച് നോക്കിയപ്പോൾ എനിക്ക് നല്ലൊരു മാറ്റം വന്നു. അതുകൊണ്ടും കൂടെയാണ് നിങ്ങളുടെ അടുത്ത് ഞാൻ പറയാമെന്ന് കരുതിയത് കേട്ടോ. അപ്പോൾ
ഈ വെള്ളം ഉണ്ടല്ലോ നല്ല റെഡ് കളറാകും. തേയിലയുടെ ഒരു കളറുണ്ടല്ലോ, ആ കളറിനെക്കാട്ടിലും ഒന്നും കൂടെ ഒരു റെഡ് കളറാകുമേ. അപ്പോൾ നല്ല രസമാണ് വെള്ളം കാണാം. നമ്മൾ ബീട്രൂട്ടിൻ്റെ ഒക്കെ വെള്ളം അതുപോലെ ആയിപ്പോവും. എന്നിട്ട് അത് തണുക്കാൻ മാറ്റി വെക്കണം. തണുക്കാൻ മാറ്റി വെച്ചിട്ട് നമ്മളൊരു വൈകുന്നേരമാണ് ഈ ഒരു പ്രോസസ്സിങ് ചെയ്ത് വെക്കേണ്ടത്. അത് തണുക്കാൻ മാറ്റി വെക്കണം. ഒരിക്കലും ചൂടോടുകൂടി എണ്ണയ്ക്കകത്തോ എന്തിനകത്താണെങ്കിലും ഈ തേയില വെള്ളം ചൂടോടുകൂടി ആഡ് ചെയ്യരുത്. അത് എടുത്തു പറയേണ്ട കാര്യമാണ് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് ഒരു ഇരുമ്പിൻ്റെ ചീനിച്ചട്ടി. ആ ചീനിച്ചട്ടി അവിടെ നല്ലപോലെ വൃത്തിയായിട്ട് കഴുകി അവിടെ മാറ്റി വയ്ക്കണം. എന്നിട്ട് നമുക്ക് ആ ഒരു ചീനിച്ചട്ടിയിലെ വെള്ളമെല്ലാം പോയി കഴിയുമ്പോൾ ഈ ചീനിച്ചട്ടി ഒന്ന് അടുപ്പയിലോട്ട് കയറ്റി വെക്കണം. അതായത് ഗ്യാസിലോട്ട് വെച്ചിട്ട് ഇതിലേക്ക് നമുക്ക് വേണ്ടത് കുറച്ച് കരിഞ്ജീരകമാണ്. കറുത്ത കരിഞ്ജീരകം മുടിയിലും ഹെയറിലും ഒക്കെ നമ്മൾ തേക്കുന്ന കരിഞ്ജീരകത്തെ പറ്റി അറിയാൻ മേലാത്തവരാരും ഇല്ലല്ലോ. ഒരുപാട് ഗുണങ്ങളുള്ള സാധനമാണ് കരിഞ്ജീരകം. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പം കരിഞ്ജീരകം എന്താണെന്നും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ആ കരിഞ്ജീരകം കുറച്ച് നമ്മുടെ മുടിയെ തേക്കാൻ അല്ല, നമ്മുടെ മീശയിലും ജെൻസിൻ്റെ മീശയും താടിയിലും. അപ്പോൾ എന്തോരം എടുക്കണം, അതായത് ഒരു പിടി എടുത്തിടുക. അത് കൂടിപ്പോയാലും കുറഞ്ഞു പോയാലും ഒന്നും കുറയരുതേ ഉള്ളൂ. ഒരു പിടി ഇടുക. നമുക്കറിയാമല്ലോ നമ്മുടെ അതുപോലെ ഇടുക. അതിലേക്ക് പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് നല്ല ഫ്രഷായ കറിവേപ്പിലയാണ് കേട്ടോ. അതും ഒരു പിടി, അതൊരു നിറച്ചൊരു പിടി നമുക്ക് ഇങ്ങനെ എടുക്കുമ്പോൾ, ഇല ഇങ്ങനെ എടുക്കുമ്പോൾ ഒരു പിടി ഒരു ഇങ്ങനെ അവളെ എടുത്തോണം കേട്ടോ. അതും കൂടെ നമ്മുടെ ഈ ചീനിച്ചട്ടിയിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഫ്ലെയിം സിമ്മേ മാത്രമേ വെക്കാവുള്ളൂ. അത് മാത്രമാണ് എടുത്ത് പറയേണ്ട ഒരു കാര്യം. അല്ലാതെ തീ അങ്ങോട്ട് കൂട്ടി വെച്ചിട്ട് കരിച്ചെടുക്കരുത്. ഇതിനെ സമയമെടുത്ത് ഇളക്കി വേണം. അത് ഭയങ്കരമായിട്ടും നിർബന്ധമായിട്ടും ക്ഷമയോടും കൂടി ചെയ്യേണ്ട ഒരു കാര്യമാണ് കേട്ടോ. ഇങ്ങനെ ഇളക്കി ആ കറിവേപ്പില. പിന്നെ വേറൊരു ടിപ്പ് ഞാൻ പറഞ്ഞു തരട്ടെ. അപ്പോൾ അതിൻ്റെ താഴെ ഓരോരുത്തർ കമൻ്റ് ഇട്ടേക്കുവാണ്. കറിവേപ്പില ഇപ്പോൾ നല്ല വെയിലുണ്ടല്ലോ, കറിവേപ്പില വീട്ടിലുണ്ടെങ്കിൽ പറിച്ചൊന്ന് വെയിലത്ത് വെച്ചൊന്ന് ഉണക്കിയിട്ട് എടുക്കുവാണെങ്കിൽ നമുക്ക് ഈ പ്രോസസ്സിങ് എളുപ്പത്തിൽ നടക്കും. അങ്ങനെ നിങ്ങളുടെ വീടുകളിൽ കറിവേപ്പില ഉണ്ടെങ്കിൽ ഇതുപോലെ വെയിലത്തൊന്ന് വെച്ചിട്ട് പെട്ടെന്ന് ഇങ്ങനെ ഒന്ന് ഉണക്കിയെടുക്കുവാണെങ്കിൽ ഇതിലായിട്ട് ഇട്ട് കൊടുക്കുമ്പോൾ നന്നായിട്ട് അതൊന്ന് മൂത്ത് കിട്ടും. പക്ഷേ ഈ പച്ചക്കളർ മാറിയിരിക്കണം. അതാണ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അപ്പോൾ വെയിലത്ത് വെച്ചിട്ട് ഇതിൻ്റെ വെയിലത്ത് വെച്ചിട്ട് ഈ കറിവേപ്പില ഒരു ഉണങ്ങിയ ടൈപ്പിലിരിക്കുവാണെങ്കിൽ നമ്മുടെ ചീനിച്ചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് വറുത്തെടുക്കാം. കരിഞ്ജീരകവും കരിഞ്ഞു പോകരുത്, കറിവേപ്പിലയും കരിഞ്ഞു പോകരുത്. അതുപോലെ പതുക്കെ സിമ്മേ വെച്ച് ഇളക്കി ഇങ്ങനെ ഒടിയുന്ന ഒരു പരുവവും ഒരു കറപ്പയിലോട്ട് കയറുന്ന ഒരു സമയവും, അതായത് കരിഞ്ഞു പോകരുത്. അത് പ്രധാനമായിട്ടും ശ്രദ്ധിക്കണം. എന്നിട്ട് ഇതെല്ലാം മാറ്റി വെച്ചിട്ട് അപ്പോൾ നമ്മുടെ ഈ തണുക്കാൻ വെച്ച നമ്മുടെ ചെമ്പരത്തിപ്പൂവും ഈ തേയില വെള്ളവും നന്നായിട്ട് തണുത്ത് കാണും. അത് ഒരു പാത്രത്തിലേക്ക് അരിച്ചെടുത്ത് മാറ്റി വെക്കണം. അരിച്ചെടുത്ത് പിഴിഞ്ഞ് ഇങ്ങനെ ആ ചെമ്പരത്തിപ്പൂവിൻ്റെ സത്ത് മുഴുവനും ഇങ്ങനെ ആദ്യം വരെ അരിപ്പയിലോട്ട് പിഴിഞ്ഞ് അത് മാറ്റി വയ്ക്കുക. എന്നിട്ട് ഈ ചീനിച്ചട്ടിയിൽ നന്നായിട്ട് ആറണം കേട്ടോ. നല്ലപോലെ ആറിയതിന് ശേഷം മിക്സിയുടെ കുഞ്ഞ് ജാറിലിട്ട് കറക്കി നന്നായിട്ട് നല്ലപോലെ പൊടിയണം. ഇത് പൊടിയുന്നതിനും ഇത് ശ്രദ്ധിക്കണം. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ പൊടിയാതെ വല്ലാണ്ട് കിടന്നാൽ നമ്മുടെ മീശയിലൊക്കെ ശരിക്കും പിടിക്കത്തില്ല. അത് ഓർത്തോണം. നമ്മൾ മുടിയേലല്ല വാരിത്തേക്കുന്നത്. മുടിയേലും തേക്കാം. ഞാൻ ഇതാണ് പ്രധാനമായിട്ടും പറയുന്നത്, മനസ്സിലായല്ലോ. അപ്പോൾ നല്ലപോലെ പൊടിച്ചിട്ട് അതും മാറ്റി വെച്ചു. ഇനി നമ്മുടെ ചീനിച്ചട്ടി, അതായത് ഇരുമ്പിൻ്റെ ചീനിച്ചട്ടി, അതെടുക്കുക. ഈ പൊടികൾ, ഈ കറിവേപ്പിലയും മറന്നു പോകുന്നു, കറിവേപ്പിലയും കരിഞ്ജീരകവും ഇത് ഇങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ടല്ലോ. അത് നല്ലതായിട്ട് പൊടിച്ചുകൊണ്ട് വന്നിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മുടെ ഇരുമ്പ് ചീനിച്ചട്ടിക്കകത്തോട്ട് ഫസ്റ്റ് നമ്മൾ ഈ പൊടിച്ച് വെച്ചിരിക്കുന്ന സാധനം ഇട്ട് കൊടുക്കണം. അതായത് കറിവേപ്പിലയും കരിഞ്ജീരകവും. അതിൻ്റെ കൂടെ ഒരു സാധനം കൂടെ, അത് ഞാൻ മൂപ്പിച്ചിട്ടും ഒന്നുമില്ല, നെല്ലിക്ക പൗഡറും 2 സ്പൂൺ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പം എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് വെള്ളം എടുത്ത് അരിച്ച് വെച്ചിട്ടുണ്ടല്ലോ ചെമ്പരത്തിപ്പൂവിൻ്റെ ഇലയും മറ്റേ ആ വെള്ളം, അതും കൂടെ ഇതിലേക്ക് കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് ഇളക്കണം. പിന്നെ മിക്സ് ആവുന്നുണ്ടോ നോക്കണം. അതായത് കൂടുതൽ ലൂസായി പോവല്ല. ഒഴിച്ചു കൊടുക്കുക, നോക്കുക, നന്നായിട്ട് ഇളക്കിയിട്ട് നമ്മുടെ മീശ തേക്കുമ്പോൾ പിടിച്ചിരിക്കുന്ന പരുവത്തിനുള്ളതേ ആകാവുള്ളൂ. കൂടുതൽ ലൂസ് പോലെ വെള്ളം പോലെ ആവരുത്. അതാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. എന്നിട്ട് നമ്മൾ തലേ ദിവസം അടച്ചവിടെ വെച്ചേക്കുക.
രാവിലെ നോക്കുമ്പോൾ കറന്നിരിക്കും. നിങ്ങൾക്കറിയാമല്ലോ, ഹെന്നായാണേലും നീലയമരി ആണെങ്കിലും ഒക്കെ നമ്മളിങ്ങനെ കൂട്ട് തയ്യാറാക്കി വെക്കുമ്പോൾ രാവിലത്തേന് നല്ല കറുത്തിരിക്കത്തില്ലേ. അതുപോലെ തന്നെ ഇത് എന്നെ വിയർത്തൊഴുകുന്ന പിള്ളേരെ, ഭയങ്കര ചൂടാകട്ടോ. 8:30 ആയതേ ഉള്ളൂ, ഭയങ്കര ചൂട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ തുറന്ന് നോക്കുമ്പോൾ നല്ല കറുത്തിരിക്കും. അത് ഗ്ലൗസ് കയ്യെ വേണം ഇടാം, അല്ല എങ്കിൽ കൈ കൊണ്ട് തന്നെ ചെയ്യുന്നതാണ് കുറച്ചെടുത്ത് മീശയിലിങ്ങനെ നന്നായിട്ട് താടിയുള്ളവർക്ക്, അവിടെ എവിടെ നരയൊക്കെ ഉള്ളവർക്ക് താടിയിലും കട്ടിക്ക് തേച്ച് കൊടുക്കുക. 3/4 മണിക്കൂർ വെച്ചുകൊണ്ടിരിക്കണം കേട്ടോ. പിന്നെ പറയുന്ന ഒരു പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ, ഇന്നിപ്പം തേച്ചു 3/4 മണിക്കൂർ കഴിഞ്ഞ് കഴുകി നോക്കി, എവിടെ പോവാൻ, അതേ അവിടെ എവിടെയൊക്കെ നരയിരിക്കുന്നു, ശുഭ എന്തായി പറഞ്ഞു തന്നെ. അങ്ങനെ കരുതരുത്. പിറ്റേ ദിവസവും ഇതേ ടൈമിൽ ഇത് തേച്ച് കൊടുക്കുക. അങ്ങനെ 5 ദിവസം കറക്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് തേച്ച് കൊടുക്കുക. 5 ദിവസം കഴിയുമ്പോൾ പൂർണ്ണമായിട്ടും നിങ്ങളുടെ ഒരുപാട് പേര് പറയുന്നുണ്ട് കേട്ടോ, പൂർണ്ണമായിട്ടും. അതായത് ജെൻസ് എന്ന് പറയുമ്പോൾ ഈ മീശയിലല്ലേ കെമിക്കൽ തേക്കുന്നത്, അത് മൂക്കിലേക്ക് ശ്വസിക്കാനും വായാണ് പിന്നെ താഴെയുള്ളത്, അത് അറിയാമല്ലോ. അപ്പം കെമിക്കൽ അടങ്ങിയ ഇതൊന്നും തേക്കാതെ ഇങ്ങനെ അങ്ങോട്ട് തേച്ച് കൊടുക്കുക. തേച്ചിട്ട് ഈ 5 ദിവസത്തിന് ശേഷം നിങ്ങൾക്ക് മനസ്സുറപ്പിക്കാം, ശുഭ പറഞ്ഞ ടിപ്പ് സൂപ്പറാണ് എന്ന് നിങ്ങൾ ഉറപ്പിക്കും. വീണ്ടും നമുക്കൊരു 3 ദിവസം കഴിയുമ്പോൾ ഒന്നും കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ. പിന്നെ ആഴ്ചയിൽ1 അതോ മാസത്തിൽ1 ആക്കാം. അങ്ങനെ അങ്ങ് പോകണം. കെമിക്കൽ അടങ്ങിയ ഡൈ ആരും യൂസ് ചെയ്യരുതെന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. അതായത് ബ്ലാക്ക് ഹെന്ന പോലുള്ള കാര്യങ്ങൾ. ചിലർ ഈ 1 മിനിറ്റ് ഷാമ്പൂ ഒക്കെ തലയിൽ തേച്ചിട്ട് അതിൻ്റെ മിച്ചമുള്ള ഇവിടെ ഒക്കെ തേച്ച് കൊടുക്കും കേട്ടോ. അതൊക്കെ ഒരുപാട് ദോഷങ്ങളാണ് ഭാവിയിൽ ഉണ്ടാകുന്നത്. പിന്നെ ഹെന്നായി നീലയമരിയൊക്കെ അലർജിയുള്ള കുറേ ആൾക്കാരെ എനിക്കറിയാം, നീലയമരിക്കൊക്കെ അലർജിയുള്ള. അപ്പോൾ അവർക്കൊക്കെ നല്ലൊരു ടിപ്പാണ് ഇപ്പം പറഞ്ഞത്. എല്ലാവരും ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കിയിട്ട് ധൃതി കൂട്ടരുത്, എന്നെ തല്ലാൻ വരരുത്, എന്നെ ചീത്ത വിളിക്കരുത്. ഒരു 5 ദിവസം മൂക്ക് കിടിക്കുന്നില്ലോ, ആരോ പറയുന്നുണ്ട്, ഓയിൽ കിട്ടായിട്ട് ചീത്ത വിളിക്കുന്നതായിരിക്കും. 5 ദിവസം കണ്ടിന്യൂസ് ചെയ്യണം. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പം എല്ലാവർക്കും നല്ലൊരു കാര്യമാണ് പറഞ്ഞു തന്നത്. എനിക്ക് ഒരുപാട് സന്തോഷം കേട്ടോ ഇത് നിങ്ങളിൽ എത്തിക്കാൻ സാധിച്ചതിന്. പിന്നെ നമ്മുടെ പ്രധാനപ്പെട്ട കാര്യം പറയട്ടെ. നിങ്ങൾ എൻ്റെ അടുത്ത് എപ്പോഴും ഈ കഴിഞ്ഞ ദിവസമൊക്കെ ആണെങ്കിലും കുറേ പേര് ചോദിക്കുന്ന കാര്യമാണ്, ചേച്ചി ലൈവായിട്ട് ചേച്ചി ഫേഷ്യൽ ചെയ്ത് കാണിക്കാമോ, വേറെ ഒരാളുടെ മുഖത്ത് ചെയ്ത് കാണിക്കാമോ എന്നാണ് ചോദിക്കുന്നത്. എൻ്റെ മക്കൾ മൂത്തയാൾ ഫേഷ്യലും കാര്യങ്ങളൊന്നും ചെയ്യത്തില്ല. അവിടെ മുഖം നല്ല കളർ വന്ന് നല്ല ഒരു മുഖമാണ്, നല്ല ഗ്ലോയൊക്കെയുള്ള നല്ല മുഖമാണ്. പക്ഷേ ഡ്രൈനെസ്, വെള്ളം കുടിക്കില്ല. വെള്ളം ഞാൻ എപ്പോഴും ദേഷ്യപ്പെടുന്നത്, ആ വെള്ളം കൂടി ഇല്ലാത്ത കാരണം കുറച്ച് ഡ്രൈനെസ്സും കാര്യങ്ങളും. ഈ ഓയിലാണെങ്കിലും ഞായറാഴ്ച ഒരു ദിവസമല്ലേ ഉള്ളൂ, രാവിലെ 8 മണിക്ക് പോയാൽ വൈകിട്ട് 6 മണിക്കാണ് വരുന്നത്. പിന്നെ എത്ര പറഞ്ഞാലും ഓയിൽ തേക്കത്തില്ല. ഞായറാഴ്ച ഒരു ദിവസം ഞാൻ പിടിച്ചിട്ട് ഫുള്ള് തേപ്പിക്കും. അത്രയും വലുതായതിനെ ഓർത്തോണം. അല്ലാതെ ഓയിൽ തേക്കാനായിട്ട് മടിയുള്ള എൻ്റെ കസ്റ്റമറും എൻ്റെ പാർലറിൽ വരുന്നവരൊക്കെ മുൻപ് എന്താ പറഞ്ഞുകൊണ്ടിരുന്നറിയോ, ശുഭയുടെ മക്കളുടെ ഭാഗ്യം, ശുഭയുടെ മക്കളായിട്ട് ജനിച്ച് ഭാഗ്യം പറയുന്ന ഓരോരുത്തർ. അത് വെറും ഇതാണ്. കാരണം രണ്ടിനും ഇതൊക്കെ ദേഷ്യമാണ്. കുഞ്ഞിലെ മുതലേ കണ്ടുവരുന്നതുകൊണ്ടാണ് എന്താണെന്നൊന്നും എനിക്കറിയില്ല. ഇളയാൾക്ക് ഈ പീരിയഡ്സിൻ്റെ സമയമൊക്കെ ആകുമ്പം കരയും കുരുവൊക്കെ വരുന്ന ഒരു ഫേസാണ്. അപ്പോൾ ആ സമയത്ത് വരും. ഇത് 4ൻ്റെ അന്നൊക്കെ പൂർണ്ണമായിട്ട് മാറും. അതിന് എണ്ണ തേക്കുന്നതൊക്കെ ഇഷ്ടമാണ്, ഞാൻ എണ്ണയൊക്കെ തേപ്പിക്കും. പക്ഷേ ഫേഷ്യൽ ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല മക്കളുടെ ഫേസിൽ ഇപ്പോഴേ കേട്ടോ. പക്ഷേ ഇപ്പോഴേ നല്ല ഇരുന്ന് തരത്തുമില്ല മൂത്തയാൾക്ക് ചെയ്യാനുള്ള പ്രായമൊക്കെ ആയി. അപ്പോൾ പക്ഷേ എന്നാലും അവൾ ഇരുന്ന് തരത്തില്ല. നമുക്ക് 18 വയസ്സിന് മേലോട്ട് ഫേഷ്യൽ നന്നായിട്ട് മസാജ് ചെയ്ത് ചെയ്യാം എന്നാണ് പറയുന്നത്. ഞാൻ ഇപ്പോൾ ഇവിടെ വൈറ്റമിൻ സിയുടെ നിങ്ങൾ വാങ്ങിച്ചോണം. നിങ്ങൾ ചെറിയ സാഷ വാങ്ങിച്ചാൽ മതി. അതായത് ഫേഷ്യൽ കിറ്റ് എന്നും പറഞ്ഞുകൊണ്ട് എല്ലാ ലേഡീസ് സെൻ്ററും, അതാണ് ഇന്നൊരു ദിവസം ഞാൻ തരുന്നത്. നാളെയാണ്, അതായത് ന്യൂ ഇയറിന് എല്ലാവരും സുന്ദരികളായിട്ടിരിക്കാൻ വേണ്ടി ശുഭ നിങ്ങൾക്ക് എല്ലാവർക്കും തരുന്ന ഒരു ഗിഫ്റ്റാണ് കേട്ടോ. ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓർക്കും എന്താണെന്ന്, പക്ഷേ ഒരു ഗിഫ്റ്റ് തന്നെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. കാലം ഒരുപാട് കാശ് മുടക്കിയാണ് നമ്മൾ ഫേഷ്യലും അതും ഇതുമൊക്കെ പഠിക്കുന്നത്. അപ്പോൾ ആ ഒരു പഠിച്ച കാര്യം ഞാൻ നിങ്ങളിലേക്ക് കാണിക്കുക. ഫസ്റ്റ് സ്റ്റെപ്പ് മുതൽ പായ്ക്ക് വരെയുള്ള ലൈവായിട്ട് ഞാൻ എൻ്റെ മുഖത്ത് ഞാൻ നിങ്ങളെ കാണിച്ചു തരുവാണ്. അപ്പോൾ ഞാൻ കറക്റ്റ് സമയം നാളെ എപ്പോഴാണെന്നുള്ളത് ഞാൻ തീരുമാനിച്ചിട്ട് പറയാം. നാളെയാണ്, എന്തായാലും നാളെ ഉണ്ടാകും. ഉച്ചയ്ക്ക് 2 മണിക്കാണോ? അപ്പം കുറച്ച് പേരുടെ അടുത്ത് നമ്മളോട് എപ്പോഴും സംസാരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടല്ലോ, അവരുടെ അടുത്ത് ഞാനിങ്ങനെ പറഞ്ഞു ചേച്ചി രാത്രിയിലാക്കാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. കാരണം വൈകുന്നേരമൊക്കെ ഇങ്ങനെ പോയി ഡ്യൂട്ടിക്കൊക്കെ പോകുന്നവർ. അപ്പോൾ എന്തായാലും വൈകുന്നേരം 7 മണിക്കാണോ ഉച്ചയ്ക്ക് 2 മണിക്കാണോ എന്ന് കറക്റ്റ് സമയം ഞാൻ അറിയിക്കാം. അപ്പം ഇതിനകത്ത് 4 എണ്ണമുള്ളത്. നിങ്ങൾ ഇത് തന്നെ മേടിക്കണമെന്നൊന്നുമില്ല. ഇത് തന്നെ മേടിക്കുന്നവർ മേടിച്ചു. കുറച്ച് ഒരു 35 വയസ്സിന് മേലോട്ടുള്ളവരാണെങ്കിൽ വൈറ്റമിൻ സി
ഇത് വാങ്ങിച്ചു. ഇത് പ്രമോഷൻ വീഡിയോ ഒന്നും അല്ല കേട്ടോ. എൻ്റെ കയ്യിൽ ഇത് ഞാൻ കുറേ ഇതുണ്ടായിരുന്നു. എല്ലാവർക്കും തേച്ചവർക്കെല്ലാം സൂപ്പർ റിസൾട്ടാണ്. പക്ഷേ നിങ്ങൾ പേളിൻ്റെ ആണോ, ഗോൾഡിൻ്റെ ആണോ, ഡയമണ്ടിൻ്റെ ആണോ, ഫ്രൂട്ട്സിൻ്റെ ആണോ, എന്താണേലും ഓറഞ്ചിൻ്റെ ആണോ, ഓറഞ്ചിൻ്റെ ഉണ്ട് കേട്ടോ. ഓറഞ്ചിൻ്റെ വൈറ്റമിൻ സി തന്നെയാണ്, അത് നല്ലതാണ് മുഖത്തിട്ടാൽ. അങ്ങനെ ഏത് ഫേഷ്യൽ കിറ്റാണോ മേടിക്കുന്നത് അത് കയ്യിലെടുക്കുക. ഞാൻ പറയുമ്പോൾ പൊട്ടിച്ച് ഞാൻ പൊട്ടിക്കുമ്പോൾ നിങ്ങളും പൊട്ടിക്കാവുള്ളൂ. അങ്ങനെ നമുക്ക് നന്നായിട്ട് ഫേഷ്യൽ ഫുള്ളായിട്ട് വീട്ടിലിരുന്ന് എങ്ങനെയാണ് ഫേഷ്യൽ ചെയ്യുന്നത്. ഒരുപാട് കാലമായിട്ട് ഒരുപാട് പേര് ചോദിക്കുന്നതാണ്, ഇതുവരെയും എനിക്ക് പറയാൻ പറ്റിയില്ല. പക്ഷേ എൻ്റെ ബ്യൂട്ടി പാർലർ നടത്തുന്നവരെല്ലാം എന്നെ കൊല്ലുമെന്നറിയില്ല, എങ്കിലും ഞാനിത് കാണിക്കും. ഓരോരുത്തരൊക്കെ ഒന്നും അറിയാൻ പാടില്ലാത്തവർ വന്നിരുന്നവരെന്നൊക്കെ കാണിക്കുന്നില്ലേ, അപ്പോൾ പിന്നെ കുഴപ്പമില്ല, കാണിക്കാം. അതുകൊണ്ട് അങ്ങനെയുള്ളവരുടെ നോക്കി ഓരോരുത്തർ ചെയ്യുന്നില്ലേ. അപ്പോൾ ഈ ബ്യൂട്ടി പാർലറിലൊന്നും വല്ല ബ്യൂട്ടീഷ്യൻ കോഴ്സൊന്നും പഠിക്കാതെ ഒരറിവുമില്ലാതെ ഓരോരുത്തരുടെയൊക്കെ കണ്ട് ചെയ്യുന്നവരും ഇല്ലേ. അപ്പോൾ അത് മറ്റുള്ളവർ കാണുന്നില്ലേ. അപ്പോൾ പിന്നെന്താ പ്രശ്നമല്ലേ? പ്രശ്നമൊന്നുമില്ല. എങ്കിലും ഞാൻ ഇത്രയും വർഷത്തെ ഒരു എക്സ്പീരിയൻസ് ഉള്ളതും കൊണ്ടാണ് മറ്റുള്ളവരൊക്കെ ശുഭേ നോ എന്നും പറയുന്നവരുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ നിങ്ങൾക്കായിട്ട് ഒരു ന്യൂ ഇയർ ഗിഫ്റ്റായിട്ട് നാളെ ഇത് തന്നേക്കാം എന്ന് ഞാൻ കരുതിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ പറയുന്ന പോലെ ഓരോ സ്റ്റെപ്പും മുന്നോട്ട് നിങ്ങൾ നീങ്ങുക. ഞാൻ മസാജ് കാണിക്കും, അതുപോലെ മസാജ് നിങ്ങളും ചെയ്യുക. ഞാൻ അത് തുടച്ച് മാറ്റുമ്പോൾ നിങ്ങളും അത് തുടച്ച് മാറ്റുക. പായ്ക്ക് വരെയുള്ള കാര്യങ്ങൾ നമുക്ക് നാളെ ലൈവിൽ നേരിട്ട് വന്ന് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. എല്ലാവരും വേണ്ടിയവരെല്ലാവരും വന്ന് കാണിക്കുക. നിങ്ങൾക്കപ്പോൾ എൻ്റെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിക്കാം, മസാജ് ചെയ്യുന്ന വിധം നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. നമ്മൾ പ്രഷർ പോയിൻ്റ് പിടിച്ചിട്ടുള്ള വലിയ മസാജ് ഒന്നും നിങ്ങളെ കാണിക്കുന്നില്ല. നിങ്ങൾക്ക് വീട്ടിലിരുന്ന് നിങ്ങളുടെ കൈ ഓടിച്ച് ചെയ്യാൻ പറ്റിയ മസാജുകളാണ് ഞാൻ തീർച്ചയായിട്ടും കാണിക്കുന്നത്. അപ്പോൾ മസാജ് തെറ്റിയെന്നോർത്തോണ്ട് ചുളിവുകളോ ഒന്നും വരാൻ സാധ്യതയില്ലാത്ത മസാജുകളാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. മീശയും തടിയും കറുപ്പിക്കുന്നത് എല്ലാവരും ചെയ്ത് നോക്കണം. ഞാൻ പറഞ്ഞ പോലെ തന്നെ ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഇടയ്ക്ക് സമയമുണ്ടെങ്കിൽ ഷോർട്സൊക്കെ ആയിട്ട് വരാം. ബൈ.